നമ്മുടെ യാത്ര തോൽപ്പെട്ടി വൈൽഡ് ലൈഫിലേക്കാണ്. എങ്ങനെയുണ്ടെന്ന് മൊത്തത്തിലൊന്ന് കണ്ടാലോ. ആദ്യം തന്നെ ചെന്ന് പെട്ടത് ഒരു കടുവയുടെ വായിലാണ്. പക്ഷേ കടുവയ്ക്ക് നമ്മളെ തൃപ്തിപ്പെട്ടില്ല, ബോധിച്ചില്ല. അത് തിരിച്ചു പോവാണ്. കൂടെ ഇരുന്നവരുടെ എല്ലാ ഫോണുകളെയും ഞാൻ തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ ഫോണിൽ മാത്രം വീഡിയോ കിട്ടണമെന്ന ആഗ്രഹത്തോടെ എല്ലാവരെയും തള്ളി മാറ്റി ഞാൻ മാത്രം വീഡിയോ എടുക്കുകയാണ് ഗൈസ്. കടുവ അതേ നീങ്ങി പോണു. കടുവയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. ഇനി രണ്ടാമത്തെ കടുവയിലായിരുന്നു എൻ്റെ പ്രതീക്ഷ. അവനും നമ്മളെ ബോധിച്ചില്ല, അവനും അതേ പോണു. ഇനി ഇതേതാ കാട്ടുപോത്ത്. കാട്ടുപോത്തിന് നമ്മളെ കാര്യം കാണണ്ടെങ്കിലും നല്ല ഒരു അടിപൊളി പോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര നേരം കാണാൻ പറ്റി. 500 രൂപയുടെ ടിക്കറ്റും എടുത്തിട്ട് ഇതിപ്പോൾ ഡ്രൈവറെ മാത്രം കാണേണ്ട സ്ഥിതിയാണ്. ആന ഞാൻ കാണൂലേ, ഞാൻ നോക്കൂലേ എന്നുള്ള രീതിക്കാണ് തിരിഞ്ഞ് നിൽക്കണേ. എന്താ ചെയ്യുക? എടാ, നമ്മളെ ഒളിച്ച് ചാറ്റ് കളിക്കാൻ വന്നതല്ല, നീ തിരിഞ്ഞു നോക്ക്, കാണട്ടെ. നിൻ്റെ ബാക്ക് മാത്രം കണ്ടിട്ട് ഞങ്ങൾക്ക് എന്ത് കാണാനാ? ഞാൻ ചത്താലും തിരിഞ്ഞു നോക്കൂലടാ പട്ടി എന്നും പറഞ്ഞിട്ട് നിൽക്കുവാണ് അവൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. ബായ്. ഈ ഒറ്റയ്ക്ക് നടക്കുന്ന കാട്ടുപോത്തിനെ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ സിംഗിളായതിൻ്റെ എല്ലാ ദേഷ്യവും മിങ്കിളായി നടക്കുന്ന നമ്മളോട് ഇവർ കാണിക്കും. വണ്ടിയെങ്ങാനും അടുത്ത് വെച്ചാൽ തീർന്ന് കഥ. അടുത്തതായി കണ്ടത് ചെന്നായ്ക്കളെയാണ്. ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ആ മൂത്രമൊഴിപ്പ് കണ്ടു ഗൈസ്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മൂത്രമൊഴിച്ചത് റോട്ടിലല്ലടാ, നിൻ്റെയൊക്കെ മുഖത്താ എന്നുള്ള മുഖഭാവമായിരുന്നു അവൻ്റെത്. ഇനിയിപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് പോവാം. പിന്നെ ഒരു കാട്ടാനക്കൂട്ടത്തെ കണ്ടു ഗൈസ്. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് പറയുന്നില്ലേ, അതിവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞുള്ളതുകൊണ്ട് ആന കണ്ടോ ചീറിയെടുക്കുന്നത്. അയാളൊക്കെ അയാളുടെ പ്രാണൻ പിടിച്ചായിരിക്കും അവിടെ നിൽക്കണേ. ആശാൻ കനത്തിലെന്തോ തട്ടി വിശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങാനും മുന്നിൽ പെട്ട വിശപ്പ് തീർന്നതൊന്നും ഉണ്ടാവില്ല, കാടിച്ച് പാറിച്ച് മാന്തി തിന്ന് കളയും കേട്ടോ. പിന്നെ കണ്ടത് ഒരു സുന്ദരനായ ആൺമയിലിനെയാണ്. ഇവനും നമ്മുടെ 500 രൂപയുടെ ടിക്കറ്റിനെ നിഷ്പ്രയാസം തള്ളിക്കൊണ്ട് എന്നെ ഒന്നും ആരും കാണണ്ടേന്നും പറഞ്ഞ് വേഗം ഒളിച്ചു പോയിട്ടുണ്ട്. എന്തായാലും 500 രൂപയുടെ ടിക്കറ്റിന് മുതലെക്കുന്ന രീതിയിൽ തന്നെ ഏകദേശം കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.